ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അർച്ചനടുത്ത് എന്ത് പറയുന്നു? ഇവൾക്ക് എന്ത് ശിക്ഷ കൊടുക്കേണ്ട? ഇവളെ ഇനി ഈ വീട്ടിൽ താമസിപ്പിക്കരുതെന്നാ എന്റെ തീരുമാനം. ഇന്നലെ രാത്രി ആ പയ്യൻ സ്നേഹയോട് ഫോണിൽ കൂടി ഉമ്മ ചോദിച്ചപ്പോഴാ ധനുഷ് ഇക്കാര്യമൊക്കെ അറിയുന്നത്. ഞാൻ പറയുന്നതിൽ എന്താ തെറ്റ്? എനിക്കിനി ഇവളോട് ജീവിക്കാൻ പറ്റില്ല. മറ്റൊരാളെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു പെണ്ണിനെ എനിക്ക് ഭാര്യയായിട്ട് വേണ്ട. നിങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ ഇനി ഇവളെ ഭാര്യയായിട്ട് കൊണ്ടു നടക്കോ? ധനുഷ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ ഇനി എന്നോടൊന്നും പറയണ്ട. എല്ലാം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇവരുടെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് എനിക്ക് സത്യങ്ങൾ തുറന്നു പറയണമെന്നുണ്ടായിരുന്നു. സ്നേഹ, ഇങ്ങനെയൊന്നുമല്ല നിന്നെ കുറിച്ച് ഞാൻ വിചാരിച്ചത്. ഇത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് നിന്നെ ഞാൻ സ്നേഹിച്ചിട്ട് നീ എന്നെ ചതിച്ചല്ലോ. സത്യം പറയടി, ഈ കേട്ടതൊക്കെ നേരാണോ? നേരാണെന്നോ? ആ പയ്യൻ ഇന്നലെ ഇവളോട് ഫോണിലൂടെ ഉമ്മ ചോദിക്കുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ. ഇത് സത്യമാണോടി? ഇങ്ങോട്ട് മാറിക്കടി. എടി ഇങ്ങോട്ട് മാറിയിക്കാൻ. എന്തൊരു മര്യാദയാണ് നീ ഇവനോട് കാണിച്ചേ? ഇത് നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സിന് ചേർന്നയാണോ? ധനുഷേ, അവൻ ആരായാലും അവന്റെ കൈയും കാലും തല്ലിയൊടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഇനി മേലിൽ ഒരിക്കലും അവൻ ഇങ്ങനൊരു ഫോൺ വിളിക്കില്ല. അവന്റെ കാല് തല്ലിയൊടിച്ചിട്ട് എന്താ കാര്യം? ഇവൾ അവനെ അങ്ങോട്ട് വിളിക്കില്ലേ? ധനുഷ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇനി നീ ഒന്നും പറയണ്ട. ഇക്കാര്യത്തില് ഞങ്ങൾക്ക് നിന്നേക്കാൾ വിശ്വാസം ധനുഷിനെയാ. നിങ്ങൾ തമ്മിൽ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാ കല്യാണം കഴിച്ചത്? എന്നിട്ട് ഇവനെ എങ്ങനെ ചതിക്കാൻ നിനക്ക് എങ്ങനെയാണ് തോന്നിയത്? അതെ, ഇതൊരു ചെറിയ കാര്യമല്ല. അവന്തികേട്ടത്തിന്റെ കാര്യത്തില് നന്ദേട്ട ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ധനുഷിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. വേണ്ട സന്ദീപേ, സ്നേഹം ഒന്നും ചെയ്യരുത്. എല്ലാരും എന്നോട് ക്ഷമിക്കണം. സ്നേഹ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനാ തെറ്റുകാരി. ആ പയ്യനെ പ്രേമിച്ചത് ഞാനാ. എനിക്ക് വേണ്ടി ആൾമാറാട്ടം നടത്തി അവനെ പോയി കണ്ടു എന്നൊരു തെറ്റ് മാത്രമേ സ്നേഹ ചെയ്തിട്ടുള്ളൂ. എന്നെ ശിക്ഷിച്ചോളൂ. മിണ്ടി പോരുത്. നീ ഇവളെ രക്ഷിക്കാനൊന്നും നോക്കണ്ട. ധനുഷ് പറയുന്ന മാത്രമേ ഞങ്ങൾ വിശ്വസിക്കൂ. ഇവളുടെ കാര്യത്തിൽ ഇടപെട്ട് നീ എന്തിനാ വെറുതെ ശിക്ഷ വാങ്ങിക്കുന്നേ? സത്യത്തില് സ്നേഹം ഇവിടുന്ന് ഇറക്കി വിടുക വേണ്ടത്.
ഇറക്കി വിടേണ്ടത് എന്നെയാ. ഞാൻ എല്ലാം പറയാം. സത്യം പറയടി. പറഞ്ഞില്ലെങ്കിൽ ഒറ്റ വീക്ക് വെച്ചിരുന്ന. പറയടി, നിനക്ക് പ്രേമമില്ലേ? ചെറുതായിട്ട്. എടി, അന്ന് അവൻ ക്ഷേത്രത്തിൽ വെച്ച് നമ്മൾ രണ്ടുപേരെയും കണ്ടു. പക്ഷെ നമ്മളിൽ ആരാണ് അനഘയെന്ന് അവന് മനസ്സിലാവുന്നില്ല. ഈ പ്രേമിക്കാൻ വരുന്നവരെയൊക്കെ ഒന്നും അങ്ങനെ എളുപ്പത്തിൽ കയറി വിശ്വസിക്കാൻ പറ്റില്ല. അവന്മാരൊക്കെ ആരാ, എന്താ ഉദ്ദേശം? നമ്മൾ ചതിക്കാനാണോ അതോ യഥാർത്ഥത്തിൽ നമ്മളോട് സ്നേഹം തോന്നിയിട്ടാണോ? ഇതൊക്കെ അറിയാതെ കയറി ചെന്ന് ഇവന്മാർക്ക് തലവെച്ച് കൊടുത്താലുണ്ടല്ലോ, അവസാനം നമ്മൾ നീഞ്ഞൊട്ടിപ്പോവും. അതുകൊണ്ട് അതൊക്കെ അറിഞ്ഞിട്ട് മതി അവനെ കയറി പ്രേമിക്കുന്നത്. അതിപ്പോ അറിയാൻ എന്താ മാർഗം? ഒരു മാർഗമുണ്ട്. നമുക്കൊരു ഗെയിം കളിക്കാം. എന്ത് ഗെയിം? എടി, നിന്നെ അവൻ കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് നീയാണെന്ന് പറഞ്ഞ് ഞാൻ അവന് മുമ്പിൽ ചെല്ലുന്നു, അവനോട് സംസാരിക്കുന്നു. അത് വേണോ? വേണം. ഇതാ സംഭവിച്ചത്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഇവളീ പറഞ്ഞാലും സത്യമാണോ? മിണ്ടാപ്പൂച്ച കല ഉടയ്ക്കുന്ന കേട്ടിട്ടേ ഉള്ളൂ. ആ, ഇപ്പൊ കണ്ടു. ഇവക്ക് എങ്ങനെ ഇത്ര ധൈര്യം വന്നു? ഇതിനുള്ള ശിക്ഷ ഇവൾക്ക് കൊടുത്തേ പറ്റൂ. അവന്തികേട്ടത്തെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടും നിന്നെ ഞങ്ങൾ ഇവിടെ നിർത്തിയത് നീ ഒരു പാവാണെന്ന് വിചാരിച്ചിട്ടാ. നീയാ ഈ കുടുംബത്തിന് ഇപ്പൊ നാണക്കേടുണ്ടാക്കിയത്. ഞങ്ങൾ നിനക്ക് തന്ന സ്നേഹത്തിന് നീ ഒരു വിലയും കൽപ്പിച്ചില്ലല്ലോ. നീ കാരണം ഇപ്പോ ധനുഷിന്റെ സ്നേഹയുടെ ജീവിതം തകർന്നു പോയനെ. അതെ, നിന്റെ പ്രേമവും മണ്ണാക്കട്ടെ ഇനി ഇവിടെ നടക്കില്ല. ഞങ്ങൾ അതിനെ സമ്മതിക്കില്ല. അർച്ചനടുത്ത് എന്ത് പറയുന്നു? ഇവൾക്ക് എന്ത് ശിക്ഷ കൊടുക്കേണ്ടേ? ഇവളെ ഇനി ഈ വീട്ടിൽ താമസിപ്പിക്കരുതെന്നാ എന്റെ തീരുമാനം. നീ ഇപ്പൊ തന്നെ നിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് ഇവിടുന്ന് ഇറങ്ങിക്കോ.